ിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നയാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, എനിക്ക് മുന്നോട്ടൊരു വേറൊരു മാർഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനായി, അതിനകത്ത് ഒരു കൈക്കുഞ്ഞായി, മൂന്നാമത്തത് ഒരു കുഞ്ഞ്. അല്ല, എനിക്ക് അറിയാമല്ലാട്ട് ചോദിക്കുക, സ്വന്തമായിട്ട് വല്ല അമ്മത്തൊട്ടിൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? അതോ ഇനി വല്ല അംഗനവാടി ഉദ്ദേശിച്ചിട്ടാണോ തുടങ്ങിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ഒരു മനുഷ്യന് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കണം, എന്നാൽ 2 കിട്ടിയാലെങ്കിലും പഠിക്കണം. ഇത് 3, 4 ഒക്കെ ആയിട്ട് പഠിക്കത്തുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനത്തിന് ഒരു ലിമിറ്റൊക്കെ ഇല്ലേടെ, നോക്കി കണ്ടുമൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചോണ്ടാണ് ഡേഞ്ചർ ഫിറോസിനെതിരെ ഫിറോസ് പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നു. ഫിറോസ് റൂമിൽ ഏതോ ഒരു 17 വയസ്സുള്ളൊരു മൈനർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ ഉള്ളൊരു മറ്റൊരു പെൺകുട്ടിയെ റൂട്ട് ചെയ്തെടുത്ത് ബാത്റൂമിലോട്ട് കൊണ്ടുപോയി കിസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഒളിക്യാമറ അല്ല, ഒളിക്കണ്ണാടി കൂടെ ഞാൻ ആ സൈഡിൽ കൂടെ കണ്ടു. എന്നൊക്കെ അടിച്ച് വിട്ടതിന് ശേഷം 3 ആഴ്ച ഞാൻ ഗർഭിണിയാണ്. ആരുടേത്? അത് മറ്റേ പൂക്കുറ്റി കയറി അടിച്ച് ട്രോഫി ഓസ്കാർ നമ്പർ 1. ഇത് നമ്മളൊരു ഗർഭിണിയെ കളിയാക്കി കൊടുക്കുമൊന്നുമല്ല. നമ്മൾ കാണിച്ചതിനകത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇമാരി പരിപാടിയായിരുന്നു കാണിക്കരുത് സോഷ്യൽ മീഡിയ. പൂക്കുറ്റി ഇപ്പൊ വിചാരിക്കുമായിരിക്കും, അന്ന് ആ ഒരു സമയത്ത് ഞാൻ എന്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടി. ആ ഫോട്ടോ കണ്ടായിരുന്നു, ഇവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ആ ഫോട്ടോയ്ക്കകത്ത് അറിയാം പൂക്കുറ്റിയായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇരുന്നപ്പോൾ അങ്ങാണ്ട് പിടിച്ചു വെച്ചെടുത്ത ഫോട്ടോയാ. അയ്യോ പാവം പൂക്കുറ്റി കുടുംബമൊക്കെ ഉള്ളതാ, ഭാര്യയൊക്കെ ഉള്ളതാ. കഷ്ടം. കുഴപ്പമില്ല, അംഗനവാടി എങ്ങാനും തുടങ്ങാം, എന്തെങ്കിലുമൊക്കെ ചെയ്യും, വിഷയമില്ല. പൂക്കുറ്റി എന്തായാലും പുളിക്കൊമ്പായത് കൊണ്ടായിരിക്കും ഈ ഒരു സാധനം ഈ രീതിയിലേക്ക് കൺവേർട്ടായി വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പം 9 വീക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഓൾമോസ്റ്റ് 1 മാസം എന്ന് പറയുന്നത് 4 ആഴ്ചയാ അല്ലേ? അപ്പം 2 മാസമായിരിക്കുന്നില്ലേ? കൺഗ്രാജുലേഷൻസ്. ഒരുപാട് പേര് കൺഗ്രാജുലേഷൻസ് ഒക്കെ ചെയ്തായിരുന്നു. അത് ഞാനും കണ്ടിട്ടുണ്ട്, ഞാനും ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി ആയിട്ടിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഓൾറെഡി 2 പിള്ളേരുണ്ട്. അത് ഫിറോസിൻ്റെ കൂടെ നിൽക്കുന്നതെന്നും പറയുന്നുണ്ട്. ആ പിള്ളേരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടും വലിയ പിള്ളേരാ. 1 അമ്മയുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു, 2 ഫിറോസിൻ്റെ കൂടെ പോയി, 3 ഇപ്പോൾ ആരെയാണെന്ന് അറിഞ്ഞുകൂടാ അതൊരു കുഞ്ഞുമായിട്ടിരിക്കുന്നത്. ആ പിള്ളേർ ഇനിയും പുറത്തോട്ട് ഇറങ്ങുമ്പോഴും എടുക്കുമ്പോഴും ആ പിള്ളേർ ഇത് ഏത് രീതിയിലായിരിക്കും എഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഫേമസ് ആവാനും നിങ്ങളുടെ കാര്യത്തിനായിട്ട് ചെയ്തതായിരിക്കും. പക്ഷെ അത് ആ പിള്ളേരെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളത് ആ പിള്ളേരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. എനിക്കിത് കാണുമ്പോൾ എന്ത് ഓർമ്മ വരുന്നത്? നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ആവും. ഇവർ ഓൾറെഡി സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. എമ്പുരാൻ ലൂസിഫർ സിനിമയ്ക്കകത്ത് ഇതുപോലൊരു സീനുണ്ടല്ലോ, മറ്റേ പോലീസുകാരൻ ഇങ്ങനെ മൊരടിച്ചിരിക്കും. ഏതൊരു സീരിയലിനടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും വരുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. ഈ പോലീസുകാരനാണ് റസോ പൂക്കുറ്റി ഇങ്ങനെ കണ്ട് മഞ്ഞളിച്ചിരുന്നൊരു ദിവസമായിരിക്കും ചിലപ്പം പൂക്കുറ്റി തമാർപ്പെടാറായി പൊട്ടിത്തെറിച്ച് എലിവാണം വിട്ട വഴിക്ക് ആയവും എന്തോ ചെയ്യാനാന്ന് നോക്കണേ. എന്നിട്ട് ഇത് ഇത്രയും വലിയ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാവുന്നത് എന്തോ പറയാം. സജിന ഫിറോസിന് പൂക്കുറ്റി വഴി ഒരു കുച്ചുണ്ടായെങ്കിലും സജിന ഫിറോസ് ഫേമസ് ആവാനും പൂക്കുറ്റിയെ വിട്ടുകളയാതിരിക്കാനും ഒരു ഹണി ട്രാപ്പ് പോലെ പൂക്കുറ്റിയെ പിടിച്ചങ്ങ് നിർത്തി. ഇനി പൂക്കുറ്റിക്ക് അവിടെ പൊട്ടിക്കാനും പറ്റത്തില്ല. പൂക്കുറ്റിയുടെ കയ്യിലുള്ള സ്വത്തുക്കളുടെ എല്ലാം കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയാണ്. പൂക്കുറ്റി ഇനി 2-3 ആയിട്ട് വിഭജിക്കേണ്ടി വരും. 2-3 വേണ്ട, 2 ആയിട്ട് പോരെ, 3 വേണം, എനിക്കറിയത്തില്ല. നമ്മളൊരു സോഷ്യൽ മീഡിയ വന്നത് വെച്ചിട്ട് ഇപ്പോൾ 2 ആയിട്ട് വിഭജിച്ചാൽ മതിയായിരിക്കും. അതിനകത്ത് പിള്ളേർ അവിടെ 2 ഉണ്ട്, അപ്പോൾ ഇതാകുമ്പോൾ 3. പൂക്കുറ്റി ഇനി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു, ഇഷ്ടം പോലെ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കേ, കഷ്ടം തന്നെയില്ല പൂക്കുറ്റിയുടെ കാര്യം. ഫിറോസ് ഏട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ഒന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, കാര്യങ്ങളൊക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അതിനകത്ത് അഫക്റ്റഡ് അല്ല, നിങ്ങൾ ഉള്ളപ്പോഴല്ലേ നടന്നിരിക്കുന്നത്. എന്നാലും ഒരു തോന്നത്തില്ല അണ്ണാ. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, വിഷയമൊന്നുമില്ല. നിങ്ങൾ പിന്നെ ഡേഞ്ചർ ഫിറോസ് ആയതുകൊണ്ട് നിങ്ങൾ അടുത്തോട്ടാരും വരത്തില്ല. ഡേഞ്ചർ അല്ലേ, ഡേഞ്ചർ. ഇനി ഒരു കഴുത്തിൽ മറ്റേ 2 ഇതും തലയൊട്ടിയും കൂടെ എടുത്ത് വെച്ചാൽ അടിപൊളി സൂപ്പർ സാധനം, ഇടിവെട്ട് സാധനം, പൂക്കുറ്റി സാധനം. ഇനി പൂക്കുറ്റി സാധനം അത്രേ ഉള്ളൂ. ഇനി മാറി, ഇനി മറ്റേ MG ശ്രീകുമാറിന്റെ കയ്യിൽ നിന്ന് ഈ സാധനം മാറി. പൂക്കുറ്റി ഇവിടെയാണ്. ഇതാണ് ഒറിജിനൽ പൂക്കുറ്റി സാധനം വരാൻ പോകുന്നത്. ഇനി പൂക്കുറ്റിയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യം ഒന്ന് കേൾക്കാം നമുക്ക്. നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, അല്ലെങ്കിൽ അവിടെ ഏതുവരെ ശാസിക്കണം, എന്താണ് അവരോട് പറയേണ്ടത്, ഓരോ ലെവലിൽ കഴിഞ്ഞു പോകുമ്പോഴും അണ്ണനൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വേണ്ടായിരുന്നോ? പഠിപ്പിച്ച് മാത്രം കൊടുത്താൽ മതിയാ? ഒരുപാട് ഉത്തരവാദിത്വമില്ലാത്ത അധ്യാപകരാണ് കാണിക്കല്. വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ മുത്തച്ഛനോ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യാത്ത കാര്യം പക്ഷേ അവരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പം അവർ നമ്മളെക്കാൾ പ്രായമുള്ളത് കൊണ്ടും അനുഭവ സമ്പത്തുള്ളത് കൊണ്ടും അവർ പ്രത്യേകമായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും.
അതില്ലാത്തതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പല പൂക്കുറ്റിയുടെ വീട്ടില് പൂക്കുറ്റിയുടെ അച്ഛനെ മൂത്ത ആൾക്കാരില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയതാടാ. നമ്മൾ എന്തിനാടാ എടുത്തു വെച്ച് ഇതൊക്കെ. അപ്പോൾ പൂക്കുറ്റിയുടെ ആരും ഓക്കെ, വിഷയമില്ല. പൂക്കുറ്റിയുടെ വീട്ടില് പൂക്കുറ്റിക്ക് മൂത്തതായിട്ട് ഒരാളില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ് പൂക്കുറ്റിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ പൂക്കുറ്റിയുടെ മക്കളുടെ അവസ്ഥ എന്തുമായിരിക്കും? അവര് ഗൈഡ് ചെയ്യാൻ ആരുണ്ട്? ഉള്ള ഗൈഡ് ചെയ്യേണ്ടവൻ നാണ്ട പോയി താക്കോലിട്ട്. പല സമയങ്ങളിലും എസ്പെഷ്യലി നമ്മൾ കോവിഡ് ഒക്കെ ഉണ്ടായപ്പോഴും മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വീട്ടിലിരിക്കുകയാണ്, ഡിവൈസിലിരിക്കുകയാണ്, 2 വർഷത്തോളം അങ്ങനെ പോയി. അവൻ കോവിഡ് ബാച്ച്, എക്സാം എഴുതിയിട്ടില്ല 10ൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ഇവിടെ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുക എന്നുള്ളത്. എനിക്കിപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ എന്തോ തോന്നുന്നറിയോ, ഈ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ കാര്യവും ആ 2 പിള്ളേരുടെ കാര്യം. അവരെങ്ങനെയായിരിക്കും ഇപ്പം? അവരെന്ത് ഫ്രസ്ട്രേഷനിലായിരിക്കും? അവരിനി ആരെ കണ്ട് ഗൈഡ് ചെയ്യും? അച്ഛന് ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛനിപ്പോൾ വിചാരിക്കറിയാം ആ ഓസ്കാറുമായിട്ട് ഞാനങ്ങ് താഴേക്ക് പോയാൽ മതിയായിരുന്നെന്ന് അല്ലേ? ഓരോന്നൊക്കെ നമുക്ക് അറിയത്തില്ല. ഇവർ ചിലപ്പോൾ ഇതുപോലെ ടേക്ക് ഇറ്റ് ഈസി മൈൻഡ് ആയിരിക്കാം. പക്ഷെ ഇങ്ങനൊരു സാധനം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്കിന് അത് അതിൻ്റെ അഭിപ്രായങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടു തന്നെ അറിയാം എന്താണെന്നുള്ളത്. അപ്പം ഇത് ഇത്രയും ബോൾഡായിട്ട് ഈ ഒരു സാധനം നമുക്ക് മുന്നിലേക്ക് പോസ്റ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ വൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതെൻ്റെ അല്ല എന്ന് റസൂ പൂക്കുറ്റി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂറായിട്ട് പുള്ളിക്കാർ ഇത് ഈ സാധനം എടുത്ത് പുറത്ത് വിട്ട് ഇത് നിൻ്റെ തന്നെ ആടാ എന്ന് ആക്കി വെച്ചത്. ഇനിയിപ്പോൾ ഇതിനകത്തല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ DNA എന്ന് പറഞ്ഞൊരു സാധനമല്ല, അത് വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല, അത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൂക്കുറ്റിയുടെ ആയിരുന്നു നോക്കട്ടെ. ഇനി ചേച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞ് കുറേ മെഴുകിയായിരുന്നു കേട്ടോ. അതും ഈ 9 വീക്സിൻ്റെ വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. വൈറൽ ഞാനാണ്, ഞാൻ മാത്രമല്ല. നിങ്ങൾ മാത്രമല്ല, പൂക്കുറ്റി അണ്ണനുണ്ട്. വൈറല് പൂക്കുറ്റി അണ്ണൻ്റെ ആണെന്നേ ഉള്ളൂ. ഞാൻ കാരണം കുറേ പേരുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് 3ാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. അതാണ് ഇതാ ഇവിടെ മാറിപ്പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് ഒരു 2 മാസം പ്രായമായിട്ടൊരു കുഞ്ഞു വയറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3-3.5 മാസത്തിന് മുമ്പ് ഈ പരിപാടി കഴിഞ്ഞു. അപ്പൊ അതിന് മുമ്പേ ഈ റിലേഷൻഷിപ്പ് ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ 1.5-2 വർഷമായിട്ട് ഈ സാധനം ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതായിട്ടായിരിക്കും പാവം ഡേഞ്ചർ ബ്രോസ് പോയത്. ഡേഞ്ചർ ബ്രോസിനെ എത്ര പേര് എന്തൊക്കെ പറഞ്ഞ്, നീ എന്തൊക്കെ പെണ്ണുകാസ് അയാളുടെ മുന്നിൽ അയാളുടെ പേരിൽ കൊണ്ടുവന്ന് ഇട്ടത് ഒന്ന് ആലോചിച്ച് നോക്കേ. പക്ഷെ ഇപ്പോഴാണ് സത്യം അയാൾ ഇട്ടൊരു വീഡിയോ എനിക്ക് മനസ്സിലാവുന്നത്. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ് അയാൾ മണ്ടനാണ്. അതെ, അതുപോലെ തന്നെ ആ കർമ്മ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനകത്ത് കറങ്ങി അടിച്ചതുകൊണ്ടാണ് ഇതിന്റെ സത്യസന്ധത. ഇതിപ്പോൾ മറച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ, അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ വേറെ പോയതാണെന്ന് അറിയാം. അപ്പം പിന്നെ ഇത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം പിന്നെ ഇത് കൃത്യമായിട്ട് ഇറങ്ങി അടിച്ചപ്പോഴത്തേന് അതായത് ഈ എന്ത് പറയുന്നത് നേച്ചറിന്റെ കർമ്മയില്ലേ, അങ്ങനെ ഒരു സാധനം കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. എന്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നയാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്, പക്ഷെ വളരെ മോശമാടാ. ഇതിപ്പോ സംഭവം എന്താണെന്ന് അറിയൂടാ, ഈ വീഡിയോ കാണുന്ന നിങ്ങളും വീഡിയോയിൽ സംസാരിക്കുന്ന ഞാനുമാണ് ഏറ്റവും വലിയ മോശക്കാർ. മോശം എന്ന് വെച്ചാൽ ഇത് ഫഹദ് ഫാസിൽ എവിടെ പറഞ്ഞല്ലേ. അപ്പം അങ്ങനെ മോശപ്പെട്ട അവസ്ഥയാടാ. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല മോശമാണെന്ന്? ഭയങ്കരമായിട്ട് തോന്നുന്നില്ല? നമ്മളാണ് മോശക്കാർ, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അവർ ചെയ്യുന്നവർ ഒരു മോശമല്ലടാ. അതൊക്കെ എന്തുവാ അന്നാ മഴയത്ത് അല്ലേ, അതിനകത്ത് ഹിറ്റ്ലർ മാത്രം കൂട്ടി വരുന്നത് ഏതാ ഹിറ്റ്ലറിനകത്ത് പറയും, അന്നാ മഴയത്ത് അവളെ തുറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പിടി വിട്ടേനായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്കിത് രാവിലെയാണ് ഞാൻ ഈ സാധനം കാണുന്നത്. അപ്പം പിന്നെ ഇത് ചെയ്യാതിരിക്കും എനിക്ക് തോന്നുന്നില്ല. അയ്യോ പോവല്ലേ നിങ്ങൾ, ഇനിയുണ്ട് ബാക്കി കാണാം. കാരണം ആ ഫോട്ടോ ഉണ്ടോ, ആ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ അടിച്ച് കിണ്ടിയായിരിക്കും, അങ്ങനെ കണ്ണു പോലും തുറക്കാൻ വയ്യ. പാവണ്ണൻ കഷ്ടം. 9 വീക്സ് സജ്ന ഫിറോസ് പ്രഗ്നന്റ്. കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഈ ഫെയിമിനകത്തൊക്കെ ഉള്ളതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഇതൊക്കെ ടേക്ക് ഇറ്റ് ഈസി മൈൻഡിൽ ഇനി എടുക്കില്ല കേട്ടോ. ടേക്ക് ഇറ്റ് ഈസി മൈൻഡിൽ ഇത് ഡെഡ് എൻഡ് ആയിരിക്കണം. ഈ ഡെഡ് എൻഡിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ മൈൻഡിൽ കിട്ടിയ ടേക്ക് ഇറ്റ് ഈസി ഉണ്ടോ, ആ ഈസിക്കും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കത്തില്ല അല്ലേ. ഓക്കെ, അപ്പം ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഇനി ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോഴത്തേക്കിന് അവർ കേൾക്കാൻ പോകുന്ന പല കാര്യങ്ങളും കാണും. അമ്മ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കേൾക്കാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ് കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പം അതുകൊണ്ട് അവരുടെ ഒരു സ്കൂളിലുള്ള ആ ഒരു ജേണി സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ മേ ബി
നമ്മളും അതുപോലെ ഒരു സേഫ് സോണിലായിരിക്കണം. അല്ലെങ്കിൽ അത് എഫക്റ്റഡ് സ്കൂളിൽ കേൾക്കും. നമ്മൾ ഇച്ചിരി പ്രായമായി കഴിഞ്ഞ വിഷയമല്ല, നമ്മൾ ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ. പക്ഷേ പിള്ളേർ മറ്റേ 4 മൂലക്കകത്തിരുന്ന് ഇത് കേൾക്കുമ്പോഴത്തേക്കിന് കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഇത് അറിഞ്ഞിട്ടുള്ളവരാണ്. കൂടിയിരുന്ന ആൾക്കാരെല്ലാം നമ്മളെ നോക്കുമ്പോഴത്തേന് ഇത് ആ പിള്ളേർ, ആ ചെറുക്കൻ എന്നെ അങ്ങനെയാണ് നോക്കുന്നത്, ആ ചെറുക്കൻ എന്നെ നോക്കുമ്പോൾ അങ്ങനെയാണ്, ആ ചെറുക്കൻ എന്നോട് സംസാരിക്കുമ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ചിലർ അവനോട് സംസാരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് കുഞ്ഞിനോട് സംസാരിക്കാതിരിക്കുമ്പോഴും അവർക്കത് മെൻ്റൽ ട്രോമ ഉണ്ടാക്കാനായിട്ട് ചാൻസസ് വളരെ കൂടുതൽ. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ചെയ്യണേ, എത്രയേ ഉള്ളൂ. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് ആക്കാവോ? അതിനൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രതിവിധികളില്ലേ? യൂസ് മെഡിസിൻ അല്ല, സോറി, യൂസ് പ്രൊട്ടക്ഷൻ. പിന്നെ ഇങ്ങനെയൊക്കെ നാണക്കേടുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കിത് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവരെന്തൊക്കെയാണ് അടുത്ത എന്താ പറയാണ്ടിരിക്കുക? അതായത് നിങ്ങൾക്ക് എന്താണോ ഭാരതത്തിൻ്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമുക്കൊന്നും കൾച്ചർ ഇല്ലടാ. എന്തൊരു ജന്മമല്ലേ നമ്മുടേത്. ഒരു കൾച്ചർ കിട്ടിയിട്ടില്ല. ഭാരതത്തിന്റെ കൾച്ചർ എന്തുവാണെന്ന് മനസ്സിലാക്കണം. ഭാരതത്തിന്റെ കൾച്ചറിൽ എവിടെയാണ്ടാ പറഞ്ഞത് വല്ലവന്റെ പെണ്ണുമ്പിളെ കയറി അടിക്കാൻ? പറഞ്ഞോ? എന്താണ് നിങ്ങളെന്ന് പറയുമ്പോൾ എന്നെ ചൂണ്ടി പോലെ ഇനി ആരൊക്കെയാണോ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയുന്നത്? ഞാൻ കാരണം ഹൈഡ്രോളി ഒരു കോമഡി പീസ് തന്നെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കല മാറ്റണം എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്താണ് ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട്? ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സമയം കൊടുക്കണം കലാസ്വാദനത്തിന്. കഥകളി എടുത്തോ, ഭരതനാട്യം എടുത്തോ, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എടുത്തോ, നിങ്ങൾ എഫേർട്ട് എടുത്ത് അതിൽ എൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി എങ്കിലും ആസ്വാദനം വരുള്ളൂ. അപ്പം അതെ, കണ്ണൻ ആദ്യം കല എന്താണെന്ന് മനസ്സിലാക്കി, എന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി, എന്നിട്ട് അതങ്ങ് ആസ്വദിച്ച് അവസാനം അടിച്ച് കൊഞ്ചായിട്ടിരുന്ന് 9 വീക്സ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ശരി വരുന്നില്ല? എനിക്ക് നല്ല ശരി വന്നു കേട്ടോ. അതുകൊണ്ടല്ല ഞാൻ ഇതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ചെയ്യാനായിട്ട് വന്ന ഒരു കാര്യം തന്നെ കേട്ടോ. ഇനി ചേച്ചിക്ക് പറയാനുള്ളത്, എനിക്ക് മുന്നോട്ടൊരു വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനെയായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെയായി, അതിനകത്ത് ഒരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു ഒരു ഒരു പിടുത്തവും ഇല്ല. എൻ്റെ മുന്നിലോട്ട് എന്താണെന്നുള്ളത് എനിക്കൊരു രംഗമില്ല. എൻ്റെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ആൾക്കാർ ഇനി രണ്ടാമതും ഇങ്ങനെ വരുമ്പം നമ്മളെക്കുറിച്ച് നമ്മൾ അന്നത്തെ ഒരു നാട്ടുമ്പുറത്തുകാരി പോലെ ആണല്ലോ. അപ്പം ഇപ്പൊ അപ്ഡേറ്റഡ് ആയി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മോർ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് മാറ്റം വന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അടിപൊളി. ഗോ ടു USA, നോ പ്രോബ്ലം. തീർച്ചയായിട്ടും നാട്ടുകാർ പറയണേ ഇനി അടുത്ത ലൈഫിലും എന്തെങ്കിലും ആയി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പം ആൾക്കാർ പറയാൻ പോകുന്നത് എന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ കാരണം കാണാണ് രണ്ടാമതും ലൈഫ് ഇങ്ങനെ ആൾക്കാർ പറയും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് സഹിച്ച് പിന്നെയും കുറേ ശ്രമിച്ചു. പിന്നെയും കാലുപിടുത്തവും കരച്ചിലും, പിന്നെയും പൊക്കുന്നു, പിന്നെയും കരയുന്നു, പിന്നെയും പുറകുന്നു. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു ബ്രേക്കപ്പ്, വലിയൊരു ബ്രേക്കപ്പ് ആവുന്നു. ഒരു 6 months ഞങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നു, പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആയപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ വർക്കിന്. അയ്യോ, അങ്ങനെ എന്തൊക്കെ ജീവിത മേഖലകളിൽ കൂടെ കടന്നുപോയൊരു വ്യക്തിയാണെന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ജീവിത രീതിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കേണ്ടത്. മറ്റുള്ളവർ എന്ത് പറയും എന്നതിന് നിങ്ങൾക്കൊരു കൺസൈൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ കൺസൈൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലൊരു പോസ്റ്റ് ഇടാനോ ഇതിനായിട്ട് നിൽക്കത്തില്ലായിരിക്കും. നിൽക്കാം, ജീവിതമാ, മനുഷ്യനാ, അത് നിൽക്കത്തില്ല എടുക്കത്തില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സാധനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്റൻഷനോ നമ്മുടെ ആവശ്യമോ ഇല്ലാതെ നടക്കത്തില്ല. അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ ആയി പോയേക്കാൻ നീയൊക്കെ. കാരണം ഈ പറയുന്ന രീതിയിൽ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കാൻ വരുമ്പോഴത്തേനും ഒരാളുമായിട്ട് കണക്ഷൻ ആവുന്നു, എടുക്കുന്നു, പോകുന്നു. അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്, സ്വന്തം താല്പര്യമാണ്, അതിനകത്ത് ആരും കൈകടത്താം. പക്ഷേ ഇങ്ങനൊരു സാധനം വരുമ്പോഴത്തേനും നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ, വീട്ടുകാർ, നാട്ടുകാർ, സ്വന്തം കുഞ്ഞുങ്ങൾ, അവരുടെ അവസ്ഥ എന്തുവാണെന്നുള്ള കാര്യം, അത് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പോസ്റ്റ് ഇടാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ്, എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇമാതിരി ഒരു മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. ഇതെല്ലാം പറഞ്ഞു പോകുന്നത് എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് ദൈവമായിട്ടാണ് ഓരോ കാര്യം, ഇവന്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിനിവനെ ഞാൻ ഇതാക്കണം? എൻ്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരാൾ ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ
ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, ഇത്താ എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ ഇത്താ, ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ഇപ്പോഴാണ് കറക്റ്റ് ദൈവമുണ്ട്. പഴയ ഒരു പരസ്യം ഉണ്ടല്ലോ, ദൈവമുണ്ട് സൈക്കിൾ അഗർബത്തികൾ. ഫിറോസിന്റെ പ്രാർത്ഥന ദൈവം കേട്ട്, അത്രേ ഉള്ളൂ. ഫിറോസ് ദൈവത്തിന്റെ കൂടെയാ, അല്ലെങ്കിൽ ഫിറോസിന്റെ കൂടെ ദൈവമുണ്ട്. 4 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ കൂടെ അല്ലാഹ് ഉണ്ട്. കാര്യം കറക്റ്റായിട്ട് കറങ്ങിയുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കറങ്ങി വിത്ത് എവിഡൻസ് സാധനം സ്വന്തമായിട്ട് തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് സജ്ന ഫിറോസിന്റെ കാര്യം കഷ്ടം. ആ ഫിറോസിന്റെ അവസ്ഥ ഉണ്ടല്ലോ. ഫിറോസ് ഒന്നും ഞാൻ നോക്കിയിട്ട് സ്റ്റോറിയും വീഡിയോ ഒന്നും ഇടുന്നില്ല, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഇരിക്കുമായിരിക്കും മാങ്ങാണ്ടി പോയ കണക്ക്. ഒന്ന് ആലോചിച്ച് നോക്കെ, കഷ്ടം തന്നെ അല്ലേ ഇവരുടെ കാര്യം. ഞാൻ എക്സ്പെഷ്യലി ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ പിള്ളേരുടെ കാര്യം തന്നെയാണ്. ആ പിള്ളേർക്ക് ഒരു ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് പലതും നിങ്ങളിപ്പോൾ ആ പിള്ളേരുടെ മുന്നിലേക്ക് എടുത്ത് കാണിച്ചു കൊടുത്തിനല്ലേ വെച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഉത്തരവില്ലാതെ അവർ പലരുടെ മുന്നിൽ ചിലപ്പോൾ നിൽക്കേണ്ടിയൊക്കെ വരാം. ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനൊരു ഒന്നാമത്തെ ബന്ധം കഴിഞ്ഞ് രണ്ടാമത്തെ ബന്ധം കഴിഞ്ഞ് പിള്ളേരായിട്ട് വീട്ടിൽ ചെന്നിരിക്കുന്നു, ഇനി ഒരു ബന്ധത്തിലേക്ക് പോയി വല്ല പ്രശ്നം ഉണ്ടാവുമോ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, എങ്ങനെയായിരിക്കും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, നാട്ടുകാരെന്താ, എന്നൊക്കെ പല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതെല്ലാം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്, ഇതൊന്നും ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ലെന്ന്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുട്ടികൾ പ്ലസ് ആരുടേത്, പൂക്കുറ്റിയുടെ കുട്ടികൾ പ്ലസ് ആര്, പൂക്കുറ്റിയുടെ വൈഫ്, ഷീസ് എൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എന്നൊക്കെയാണ് എനിക്ക് അവസാനം അറിയാൻ സാധിച്ചത്. അതെന്തുവാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ, ആ പിള്ളേരുടെ അവസ്ഥ എന്തോ ആലോചിച്ച് നോക്കെ. നമ്മളെ കാര്യം കറക്റ്റ് ആണെങ്കിലല്ലേ നമുക്ക് അവരോട് ഉപദേശിക്കാൻ പറ്റൂ. വൺസ് അങ്ങോട്ട് ഉപദേശിക്കാൻ ചെല്ലുമ്പോഴത്തേന് അവർ പറയും, നീ അങ്ങനെ നടന്നല്ലേടി, അല്ലെ നീ അങ്ങനെ നടന്ന അല്ലടാ, ഡി ഓർ ഡാ, അല്ലെങ്കിൽ ഫാദർ ഓർ മദർ, അച്ഛ അമ്മ എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഞാൻ അങ്ങനെ നടന്നത് കൊണ്ടാണ് ഇപ്പം നിന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് പറയാൻ പറ്റുമോ? അപ്പം നമ്മളെന്ന് പറയും, എന്നാൽ ഞാൻ അങ്ങനെ നടന്ന് നോക്കട്ടെ, നടക്കുമെന്ന് അറിയാം. അല്ല കാര്യമുണ്ടോ? എന്തായാലും കൊള്ളാം. രണ്ടും കറക്റ്റായിട്ട് ഈ മാസം ആദ്യമായിരുന്നു നിങ്ങൾ ഇതുപോലൊരു മെഴുക് നടത്തിയത്. കഴിഞ്ഞ മാസം ആദ്യം മെഴുക് നടത്തി അവസാനിപ്പിച്ച് ടോപ്പിക്ക് ഇട്ട് നമ്മളങ്ങനൊന്നുമില്ല മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സാധനം വളർന്നു. മേ ബി ആ സമയം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ചിലപ്പം വല്ല പീരീഡ്സ് നിങ്ങൾ മൈൻഡ് ചെയ്ത് കാണത്തില്ലായിരിക്കാം, അല്ലേ? 9 വീക്സ് എന്ന് പറയുമ്പോഴത്തേന് വരുമ്പോഴത്തേക്ക് ഡേറ്റ് വെച്ചല്ലേ കൂട്ടുന്നത്, പീരീഡ് ഡേറ്റ് വെച്ചല്ലേ കൂട്ടുന്നത്. അപ്പം കുഴപ്പമില്ല. അപ്പം അതൊന്നും ഞാനെന്തിനാണ് അതൊക്കെ കൂട്ടുന്നത്? എനിക്കെന്തിനാ ആവശ്യം? എനിക്ക് ഒരാവശ്യമില്ല. ഞാൻ വെറുതെ അറിയാതെ കേട്ടപ്പോൾ കണ്ടപ്പോൾ മൈൻഡിൽ വന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് പോയി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചേച്ചി, ഇനി പുതിയ അപ്ഡേഷൻസ് ഇനിയും കൊണ്ടുവരണം. ഇനിയും ട്രോഫീസോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ അപ്ഡേഷൻസ് നിങ്ങളൊരു വ്ളോഗ് ആക്കുക, കൃത്യമായിട്ട് വ്ളോഗിലിടുക. മറ്റേ ബേബി ഷവർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. പൂക്കുറ്റി വരണം, പൂക്കുറ്റി ഇരിക്കണം, പൂക്കുറ്റിയെ കൊണ്ടുവരണം, പൂക്കുറ്റിയെ കാണണം. പൂക്കുറ്റി എനിക്ക് തോന്നുന്നു ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഫിലിം ചേംബറിൽ നിന്നും രാജിവെക്കാൻ ഇടയുണ്ടായ സാഹചര്യം. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് പേർക്കിടയിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. ഇപ്പം ആരുടെ മറുപടി പറയണം? ആരുടെ പറയണ്ട, സ്വന്തം ഭാര്യയുടെ അടുത്തും വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുമെങ്കിൽ പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരോടും ഇതിനൊരു മറുപടി പറയേണ്ട ഒരു ആവശ്യം പുള്ളിക്കാരനെ സംബന്ധിച്ച് വരത്തില്ല. എന്തായാലും കൊള്ളാം. നമ്മൾ ഈ എഫക്റ്റഡ് ആയ സാധനത്തിന് ആദ്യം ഒരു മെഴുകലുണ്ടായിരുന്നില്ല, പിന്നെ ആ പിള്ളേരുടെ അവസ്ഥയുണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യം. അപ്പം ശരി.